हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ओम श्री मात्रे नमः ഹരേ കൃഷ്ണ ഹര ഹര മഹാദേവ്. ഇന്ന് നമ്മൾ 21 പേരുടെ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ശക്തിപ്പെണ്ണ് അമ്മയുടെ പേരിലാണ് കൊടുക്കുന്നത്. അമ്മ ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷമാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ മോളാണ് സമർപ്പണം ചെയ്തിരിക്കുന്നത്. അമ്മയുടെ പേരിൽ മാത്രമാണ് ഇന്ന്. അപ്പോൾ 21 പേർക്ക്, 21 പാക്ക് ചെയ്ത് വന്നപ്പോൾ 22 ഉണ്ട്, സാരമില്ല. 22 പേരുടെ ഭക്ഷണം നമ്മളിന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. നമ്മൾ നമ്മുടെ ഓർമ്മ ദിവസം, അതുപോലെ അല്ലെങ്കിൽ മീൻസ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ വിവാഹ വാർഷികം, നമ്മുടെ പിറന്നാൾ, എന്തുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പാവങ്ങൾക്ക് അന്നം വിളമ്പിക്കൊണ്ട് നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമുക്ക് ഓർമ്മയായി പോയിട്ടുണ്ടെങ്കിൽ അതൊരു സെലിബ്രേഷനല്ല, അതൊരു മനസ്സിൻ്റെ ഒരു വിങ്ങലാണ് അല്ലേ. ആ വിങ്ങലിലും അവരെ ഓർക്കുമ്പോൾ നമുക്കൊരു എന്നും നമുക്ക് വിടവ് നികത്താൻ പറ്റാത്തതാണ്, അറിയാം. എങ്കിൽ കൂടിയും അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദാനധർമാദികൾക്ക് എന്നും അതിൻ്റേതായ ഒരു പുണ്യമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ നമ്മൾ നടത്തുന്ന ഏത് പുണ്യകർമ്മങ്ങൾക്കും അതിൻ്റേതായ ഒരു ഐശ്വര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ 21 പേരുടെ ഭക്ഷണമാണ് തെരുവിൽ കൊടുക്കുന്നത്. ചക്കിപ്പെണ്ണ് അമ്മയുടെ ഓർമ്മ ദിവസമാണ്. അമ്മയ്ക്ക് എന്താ പറയുക, നിത്യശാന്തി നേരുന്നു. ആദരാഞ്ജലികൾ. മഞ്ജരീസിൻ്റെ അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അമ്മയുടെ അമ്മയുടെ മോളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം മാതാജി എന്നോട് പ്രത്യേകം പറഞ്ഞു, മാതാജി ഇന്ന് തന്നെ കൊടുക്കണേ 4-ാം തീയതി. ഞാൻ ഉറപ്പായിട്ട് മാതാജി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് അത് മാത്രം എടുത്ത് ചെയ്യുന്നു. ഓക്കെ. 21 പേരുടെ ഭക്ഷണം നമ്മൾ കുറച്ചും കൂടി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എപ്പോഴും ഒരു സ്ഥലത്ത് കൊടുക്കണ്ടല്ലോ, വ്യത്യസ്തത ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ അന്നദാനം കാണാം. നമ്മളെത്തട്ടെ, ഓടിയെത്തണം. ഓക്കെ. എല്ലാവരും സന്ധ്യാപൂജയിലായിരിക്കും, അറിയാം. എന്നാലും സാരമില്ല. ഈ സമയത്തും നമ്മൾ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തിയിലേക്ക് ഒരുമിച്ച് നമുക്ക് കൊടുക്കാം അല്ലേ. ആരെങ്കിലൊക്കെ റോഡിലുണ്ടോ നോക്കട്ടെ. നമ്മൾ എന്നും കൊടുക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഹരേ കൃഷ്ണ. നോക്കാം. നമ്മുടെ മഞ്ജരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ തെരുവിൽ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരെ തേടി പിടിച്ച് ഭക്ഷണം കൊണ്ടു കൊടുക്കുമെന്നുള്ളതാണ്. അതിലും നന്നായിട്ടുള്ള ആൾക്കാരും ഒക്കെ നമ്മളോട് ചോദിക്കും കേട്ടോ, ഭക്ഷണം തരുമോയെന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കാറുണ്ട്. എടുത്ത് കുറച്ച് ഇവിടെ വെച്ചോളൂ. കൊടുക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം ആവശ്യമുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അക്ക வெஜிடபிள் பிரியாணி. தண்ணி பாட்டில், ஊறுக்காய் எல்லாமே உள்ளே இருக்கு. வடை இதை வாங்கிக்கோங்க. போதுமா? അപ്പോൾ ചക്കിപ്പെണ്ണ് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മഞ്ജരീസ് നൽകുന്ന 21 പേരുടെ അന്നദാനമാണ്. കണ്ടോളൂ കേട്ടോ. ഒരു വട്ടം കൂടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു സേവനകർമ്മം ചെയ്യാൻ ഭഗവാൻ എനിക്ക് അവസരം തന്നു. ഭഗവാന് കോടി കോടി നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി, പിന്നെ വെജിറ്റബിൾ കറി, പിന്നെ സോയ ഫ്രൈ, അച്ചാറ്, തൈരെല്ലാം കൂടെ ചേർത്തിട്ടുള്ള സലാഡ്, പിന്നെ പരിപ്പ് വട, വെള്ളം.
ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 21 പേർക്കാണ്, അമ്മേ 21 പേർക്കാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് വ്യത്യസ്തമായിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇവിടെ തമിഴ്നാട് സ്റ്റൈല് കേട്ടോ. അതിൽ ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, സോയ എല്ലാം ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണിയിൽ. നമ്മൾ എത്ര രുചികരമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നോ അത്രയും രുചിയുള്ള ഭക്ഷണം അവരും കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. പലരും അന്നദാനമൊക്കെ കൊടുക്കും, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മൾ നല്ല വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് കൊടുക്കുമ്പം അതിനൊരു ഇതുണ്ടല്ലോ. അപ്പാ അയ്യോ നാരായണ, അവരെങ്കേ കേക്കുത് വാങ്ക വാങ്ക. പാവം ഭക്ഷണം കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. എൻ്റെ 21 എണ്ണേ ഉള്ളൂ. അയ്യോ നാരായണ നാരായണ, എൻ്റെ 21 പേരിൽ ചീത്ത പറയൂടെ നമ്മളെ. அப்பா வாங்க வாங்க, அப்பா அப்பா வாங்க வாங்க. பாவம் எங்கேன்னு ചോദിച്ചു தேடி இருக்கு. அப்பா தான் இங்க 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 3 பேரா? இதோ பிரியாணி அப்பா. பிரியாணி இருக்கு, வடை இருக்கு, சலாட் இருக்கு, தண்ணி இருக்கு. இந்தாங்க. சரி இந்தா, சரிங்க. வாங்க வாங்க அக்கா, வாங்க அக்கா. இந்தாங்க அக்கா, ஆளுக்கு ஒன்று தான். இந்தாங்க அக்கா. சரி இந்தாங்க, பாட்டிக்கு கொடுங்க. சரிங்க சரிங்க. யார அக்கா, சீக்கிரம் வாங்க சீக்கிரம் வாங்க. ஐயோ நிறைய பேர் வரணுண்டு அக்கா. இந்தாங்க சாப்பிடுங்க அக்கா. சரிங்க அக்கா, சீக்கிரம் வாங்க. இல்லை, அவர் അവിടെ கூட உள்ளவருக்கு வாங்கும். சரிங்க இந்தாங்க. ஐயோ முடிஞ்சிருச்சுன்னு சொல்லுங்க அவங்களுக்கு கிட்டப்பா. കഴിഞ്ഞോ? ஐயோ அந்த தம்பியை கூப்பிடு, ஏன் ஃபோன் எடு, ஜிபே ஃபோன் எடு. നാരായണ முடிஞ்சிருச்சு, அவ்வளோதான். അവൻ ഇനി ആൾക്കാരെ കൊണ്ടുവന്ന് എനിക്ക് ചീത്ത കേൾക്കും. ഇന്ന് 21 പേരേ ഉള്ളൂ. അയ്യോ ആരൊക്കെയോ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇത് പിടി. അയ്യോ നിറയെ പേര് വരുന്നുണ്ട് ഭഗവാനെ. നമുക്ക് എനിക്ക് വയ്യ, 21 ഭക്ഷണേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഈശ്വരന്മാരെ. തമ്പി സീക്കിരം വാടാ. ஐயோ ஒரு அப்பா, அதுவும் அந்த 2 தான் அம்மா இருக்கு, அந்த அப்பாட்ட கொடுத்துடலாம். ஐயோ நாராயணன் பாவ அச்சன் இருக்கா? ஒன்று அம்மா வச்சுக்கோ, ஒன்று அப்பாக்கும் கொடுத்துக்கலாம். அப்பா இந்தாங்கப்பா. அப்பா முடிஞ்சிருச்சப்பா, நான் உங்களுக்காக எடுத்து வச்சது. சரி. ഷോ യോ തെരുവുന്ന് കുറേ പേര് നടന്ന് വരുന്നുണ്ട്. എനിക്ക് വയ്യ. அப்பா முடிஞ்சிருச்சப்பா, மன்னிச்சிடுங்கப்பா. நாளைக்கு எடுத்துட்டு வந்துடுறப்பா. காலி ஆயிடுச்சம்மா, நாளைக்கு எடுத்துட்டு வந்துடுறேம்மா. நான் கண்டிப்பா நாளைக்கு அப்படியா? மன்னிச்சிடுங்கப்பா, நாளைக்கு எடுத்துட்டு வந்துடுறேன். ஷோ தம்பி சீக்கிரம் வா, நாளைக்கு எடுத்துட்டு வரப்பா. மன்னிச்சிடுங்கப்பா, முடிஞ்சிருச்சு. இன்னைக்கு கொஞ்சம் தான் கொண்டு, நாளைக்கு கண்டிப்பா நான் எடுத்துட்டு வரப்பா. தம்பி ஒரு 50 ரூபாய் கொடு தம்பி. இந்தாக்கப்பா டீ குடிச்சுக்கோங்க. பிடிங்கப்பா கீழே. இதோ அவருக்கும் கொடுத்துல. அப்பா ஐயோ பாவடே. முடிஞ்சிச்சா? அப்பா இங்க வாங்க. ஐயோ நாராயணா. அப்பா முடிஞ்சிருச்சு, நீ டீ குடிங்கப்பா. சரியா? போலாம். சாப்பாடு முடிஞ்சிருச்சப்பா, டீ குடிச்சுக்கோங்கப்பா. நாளைக்கு எடுத்துட்டு வந்துடுறேன். பாவம், நாளைக்கு எடுத்துட்டு வரப்பா. നാരായണ, സാപ്പാട്ട് കിടക്കാമ തലയ്ക്ക് അടിച്ചിട്ട് ഇരിക്കവര്. അയ്യോ എനിക്ക് വയ്യ, എൻ്റെ കയ്യിലാകെ 21 ഭക്ഷണമേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ അന്നദാനം തന്നാൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആരെങ്കിലും തരുന്നതിനനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ. എനിക്കത് എന്താ പറയുക, എൻ്റെ മനസ്സിൽ നിന്ന് ഇനി പോവില്ല. ആ മനുഷ്യൻ അങ്ങനെ തലയ്ക്ക് അടിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കിടക്കണോടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നതേ. ഇല്ല, നമ്മുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റും. ഇല്ലാത്ത ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ഇന്ന്
ഇന്ന് 21 ഭക്ഷണേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതേ ഞാൻ കൊടുത്തുള്ളൂ. എന്താ പറയാ, ഹരേ കൃഷ്ണ. സാരമില്ല, പോട്ടെ. നമുക്കിനി ആരെങ്കിലും അന്നദാനം തന്നാൽ കൊടുക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ശരി, ഞാൻ വീട്ടിലെത്തട്ടെ. എനിക്കിത് ആകെ അപ്സെറ്റായി, ആ മനുഷ്യൻ അത്രയും. ഓക്കെ, ശരി, ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.